ഗ്രൂപ്പ് ഡി എക്സാംസിങ് വന്നു. 22,195 വേക്കൻസിയാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തല്ലോ അല്ലേ? അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എങ്ങനെ പഠിച്ചു തുടങ്ങണം, എത്ര സമയം പഠിച്ചാൽ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലെല്ലാം ഉടനീളം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. 90 ദിവസം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ 90 ദിവസം ഇരുന്ന് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങിയേ പറ്റൂ. ഇനിയും നമ്മളുടെ മുമ്പിൽ കളയാൻ ടൈം ഇല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സാമിനെ കുറിച്ച് അറിയുക എന്നതാണ്. എന്നെ കേൾക്കുന്ന കുട്ടികൾ, ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികൾ കാണും. കഴിഞ്ഞ വട്ടം എക്സാം എഴുതി ചെറിയ മാർക്കിന് ആ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ കാണും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണിത്. ആദ്യം നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാം എങ്ങനെയാണ് എന്നറിയണം. ആ എക്സാം എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? തൊട്ട് കഴിഞ്ഞ വർഷത്തെ എക്സാമുകളുടെ രീതി നമ്മൾ പരിശോധിക്കുക. അത് മാത്രമേ നമ്മളുടെ മുമ്പിൽ ഒരു മാർഗ്ഗമുള്ളൂ. അത് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നോക്കി, നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പാറ്റേൺ എങ്ങനെയാണ് എന്നാണ്. ഒരു സിലബസ്, ഒരു എക്സാമിൻ്റെ സിലബസ് എങ്ങനെയാണെന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ആ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കിനാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. നോക്കി ഗ്രൂപ്പ് ഡി എക്സാം, RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. വേക്കൻസി 22,195 വേക്കൻസിയാണുള്ളത്. 22,195 വേക്കൻസി. പേ സ്കെയിൽ ലെവൽ 1 പേ സ്കെയിലുമായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നോക്കി, എലിജിബിലിറ്റി എന്താ? 10 ITI, 10 ഓർ ITI ഉള്ള ഏത് കുട്ടികൾക്കും, 18 മുതൽ 33 വയസ്സ് വരെ പ്രായമുള്ള ഏത് കുട്ടികൾക്കും നമ്മുടെ ഈ എക്സാം അപ്ലൈ ചെയ്യാം. അടുത്ത് നോക്കിയേ, ഇതിൻ്റെ സിലബസ് അല്ലെങ്കിൽ എക്സാം പാറ്റേണും എക്സാമിൻ്റെ വെയിറ്റേജും, ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്കിനുള്ള വെയിറ്റേജും നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം. നോക്കിയേ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് മക്കളെ ഇത്. നോക്കിയേ, 30 മാർക്കാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് ഉള്ളത്. അടുത്ത് നോക്കിയേ, മാത്തമാറ്റിക്സിനും ജനറൽ സയൻസിനും ഒരേ വെയിറ്റേജ് ആണുള്ളത്. 25 മാർക്ക്. ക്ലിയർ ആണോ? ഇനി അടുത്ത ടോപ്പിക്കായ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതിന് 20 മാർക്കാണുള്ളത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ റീസണിങ്ങിനാണ്. പൊതുവേ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? റീസണിങ്. പിന്നെ മാത്തമാറ്റിക്സിനും സയൻസിനും 25 മാർക്ക് വീതം, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്. ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സാം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് തന്നെ തുടങ്ങാം. നോക്കി, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈസി ടു മോഡറേറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ റീസണിങ്ങിന്റെ ടോപ്പിക്. ഈസി ടു മോഡറേറ്റ് എന്ന് പറയുന്നതിലും എളുപ്പം ഈസി എന്ന് തന്നെ നമ്മൾ പറയും. കാരണം എന്ന് വെച്ചാൽ ഈ 30 മാർക്കിൽ 27 കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ റീസണിങ് ടോപ്പിക്. ക്ലിയർ ആണോ? അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് 27 കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുവഴി 27 കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു റീസണിങ് മേഖലയിൽ നിന്ന് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു റീസണിങ് അറേഞ്ച് ചെയ്തിരുന്നത്. അടുത്ത് നോക്കിയേ, മാത്തമാറ്റിക്സ് എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു ടോപ്പിക്കാണ്. മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. മോഡറേറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കായിരുന്നു മാത്തമാറ്റിക്സ്. നമ്മുടെ ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ടൈം എടുക്കും. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റീവ് ആണ്. ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് സ്റ്റെപ്പ് അറിയാമോ? സ്റ്റെപ്പ് എല്ലാം അറിയാം. അവസാനത്തെ സ്റ്റെപ്പിൽ കുറച്ച് കാൽക്കുലേഷൻ ചെയ്യണം. അങ്ങനെയായിരുന്നു ഈ വർഷത്തെ മാത്തമാറ്റിക്സ് അറേഞ്ച് ചെയ്തത്. സമയം കളയിക്കാൻ വേണ്ടിയായിരുന്നു പല ക്വസ്റ്റ്യനും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക്ക് നോക്കിയേ, ജനറൽ സയൻസ് 25 മാർക്ക്, ഈസി ടു മോഡറേറ്റ്. ഇവിടെയും കോൺസെപ്റ്റ് തന്നെയാണ് കിങ്. കോൺസെപ്റ്റ് ഈസ് കിങ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു. നിങ്ങൾ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജനറൽ സയൻസ് സ്കോർ ചെയ്യാം. നോക്കിയേ, അടുത്ത് നോക്കിയേ, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ജനറൽ അവയർനെസ്സിൽ വരുന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരുപാട് സമയം നിങ്ങൾ പിന്നിലേക്ക് പോകുകയൊന്നും വേണ്ട. എക്സാമിന് ഒരു 6-8 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ. മൊത്തവും എക്സാം കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഒരുപാട് പാടുമായിരുന്നില്ല, ഒരുപാട് ഈസിയും ആയിരുന്നില്ല. ക്ലിയർ ആണോ? ഇനി നോക്കിക്കേ, ഓരോ സെക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക. ഈ അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു അനാലിസിസ് നടത്തിയാൽ മാത്രമേ അടുത്ത എക്സാമിന് നമുക്ക് ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ തരിക എന്നൊരു ധാരണ വരൂ. അതുകൊണ്ടാണ് ഓരോ സെക്ഷനും എടുത്ത് അനലൈസ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മളൊരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങളടുത്ത് വരുന്നതാണ്. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്തേ പറ്റൂ. ക്ലിയർ ആണോ? നോക്കിയേ, റീസണിങ്. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് റീസണിങ് ആണ്. നോക്കിയേ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഏരിയ, ആവറേജ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഏരിയ ആണ് ആദ്യം. പിന്നെ അതിലും താഴെ, പിന്നെ ഏറ്റവും താഴെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മേഖലകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റീസണിങ്ങിൽ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് 6 മുതൽ 8 ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ. നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ് സീരീസ് 3 മുതൽ 4 വരെ. ഈ പുതിയ കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികൾ ഇതൊക്കെ ഒന്നും കണ്ട് പേടിക്കേണ്ട. ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിനും സിമ്പിൾ ആയിട്ടാണ് നമ്മളുടെ കഴിഞ്ഞ റീസണിങ് എക്സാമിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കി, ലോ പ്രയോറിറ്റിയിലേക്ക് വന്നേ, ഏറ്റവും കുറഞ്ഞ പ്രാധാന്യമുള്ള ടോപ്പിക്കിലേക്ക് വന്നേ. മിറർ ആൻഡ് വാട്ടർ ഇമേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ ചുരുക്കമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകളാണ് നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കി, മാത്തമാറ്റിക്സ്, മാത്സിന്റെ കേസ് നോക്കി. ഏറ്റവും കൂടുതൽ ചോദിച്ച മേഖല നമ്പർ സിസ്റ്റം ആൻഡ് ബോർഡ് മാസ്. അതിനോടൊപ്പം തന്നെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ. എന്താ നമ്പർ സിസ്റ്റം ആൻഡ് ബോർഡ് മാസ്? സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ബോർഡ് മാസിൽ വരുന്നത്. ക്ലിയർ ആണോ? നമ്പർ സിസ്റ്റത്തിൽ എന്തൊക്കെയാ? ഡിവിസിബിലിറ്റി റൂൾ, LCM HCFന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ യൂണിറ്റ് ഡിജിറ്റ് വെച്ച്, റിമൈൻഡേഴ്സ് വെച്ച്, ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നാണ് നമ്പർ സിസ്റ്റത്തിൽ നിന്നും ബോർഡ് മാസിൽ നിന്നും വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, പേഴ്സൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ? ശതമാനക്കണക്ക്. അതിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റും. ഒന്ന് സക്സസീവ് പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചോദിച്ച ഒരു മേഖലയാണ് ഇലക്ഷൻ ബേസ്ഡ്. ഇലക്ഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെർസെൻറ്റേജിൽ വരുന്ന മാറ്റം, ഇതൊക്കെയാണ് പെർസെൻറ്റേജിൽ വന്നത്. അടുത്ത് നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കിയേ, 2 ക്വസ്റ്റ്യൻ വന്നു. ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ, അതേപോലെ തന്നെ മാർക്ക്ഡ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, എല്ലാം ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചത്? കുറച്ച് കാൽക്കുലേറ്റീവ് ആക്കി. നിങ്ങൾ ഇരുന്ന് ചെയ്യാൻ വേണ്ടി തന്നെ, നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി തന്നെ കുറച്ച് കാൽക്കുലേറ്റീവ് ആക്കി. അതാണ് മാത്സിൽ ഉടനീളം നമ്മൾ ചെക്ക് ചെയ്താൽ നമ്മൾ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ നോക്കിയേ, ലാസ്റ്റ് കിടക്കുന്ന ടോപ്പിക്സ് നോക്കിയേ, മെൻസുറേഷൻ, ഓൾജിബ്ര, ട്രിഗണോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് അഡ്വാൻസ്ഡ് മാത്സിൽ വരുന്ന ടോപ്പിക്കുകളാണ് ലോ പ്രയോറിറ്റി. അതിലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് മെൻസുറേഷൻ തന്നെയായിരുന്നു. അത്യാവശ്യം ക്വസ്റ്റ്യൻ മെൻസുറേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് കാൽക്കുലേഷൻ ചെയ്ത് സെറ്റായിരിക്കണം, പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെൻസുറേഷനിൽ നിന്നും മാത്സിലും ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നോക്കി നോക്കല്ലേ, ജനറൽ സയൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിലും ഏതാണ് ഏറ്റവും കൂടുതൽ വന്നത്? ഫിസിക്സിൽ തന്നെയാണ്. പിന്നെ ബയോളജി, പിന്നെ കെമിസ്ട്രി. ചില ഷിഫ്റ്റുകളിൽ മാത്രം ബയോളജിക്ക് കുറച്ച് മുൻഗണന, കുറച്ച് പ്രയോറിറ്റി വന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഷിഫ്റ്റുകളിൽ മാത്രം. ഭൂരിഭാഗം ഷിഫ്റ്റുകളിലും ഫിസിക്സിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്, മൊത്തം ക്വസ്റ്റ്യൻ അല്ല. നോക്കി, ഫിസിക്സിൽ നോക്കിയേ, വർക്ക് എനർജി പവറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. ക്ലിയർ ആണോ? ഇക്വേഷൻസ് ഇട്ട് കൊടുത്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതേപോലെ തന്നെ മോഷൻ ഫോഴ്സസ് ആൻഡ് ലോ ഓഫ് മോഷൻ, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ലൈറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ബയോളജി ഒക്കെ ആണെങ്കിൽ ഹ്യൂമൻ ബോഡി സിസ്റ്റം,
അതായത് നമ്മുടെ ദൈനംദിന നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താ, നമ്മൾ ശ്വസിക്കുന്നില്ലേ, റെസ്പിറേഷൻ, ഡൈജഷൻ നടക്കുന്നില്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനെയുള്ള നമ്മളുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കൂടുതൽ ബയോളജിയിൽ ചോദ്യങ്ങൾ വന്നത്. ക്ലിയർ ആണോ നോക്കിയേ, ഹ്യൂമൻ ബോഡി സിസ്റ്റം, ഓക്കെ, ഡൈജസ്റ്റീവ് എൻസൈംസ്, റെസ്പിറേഷൻ, ഹേർട്ട് ചേമ്പേഴ്സ്, ബ്ലഡ് ഫ്ലോ, അതായത് സർക്കുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ബയോളജി ചോദിച്ചത്. പിന്നെ ഏതാ, സെൽസ് ബയോളജി ആൻഡ് ജെനറ്റിക്സ്, എന്താണ് സെൽ ഓർഗനൽസ്, എന്താണ് പ്ലാന്റ് സെൽ, എന്താണ് അനിമൽ സെൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബയോളജിയിൽ നിന്ന് വന്നത്. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ, പിന്നെ അതേപോലെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, ഈ മേഖലയിൽ നിന്നാണ് കെമിസ്ട്രിയിൽ നിന്നും വന്നത്. അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്കും പിൻ പോയിന്റ് ചെയ്ത് പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഒരു എക്സാമിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു സെക്ഷൻ നോക്കിയേ, നമ്മുടെ കറണ്ട് അഫയേഴ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാ കറണ്ട് അഫയേഴ്സ്. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് രണ്ടാമതായിട്ടാണ് പറഞ്ഞത്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് മനഃപൂർവ്വം മാറ്റിയതാണ്. കാരണം 20 ചോദ്യമാണ് ഈ മേഖലയിൽ നിന്നുള്ളത്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അതിൽ 15 മുതൽ ചില ഷിഫ്റ്റുകളിൽ 20 ചോദ്യം വരെയും എവിടുന്നായിരുന്നു, കറണ്ട് അഫയേഴ്സിൽ നിന്നായിരുന്നു. 15 മുതൽ 20 ചോദ്യം വരെയും കറണ്ട് അഫയേഴ്സിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന് പ്രയോറിറ്റി കൂടിയത്. ജനറൽ അവയർനെസ് ആയ ടോപ്പിക് എന്താ, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമി, ഇതെല്ലാം ഒരു ലിമിറ്റ് വരെ, അതായത് ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 0 ക്വസ്റ്റ്യൻ, ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് കൂടുതൽ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമ്മൾക്ക് കിട്ടി. ആദ്യം എഴുതിയ കുട്ടികൾക്ക് ഒരു ഷോക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറെ മാധ്യമങ്ങളില്ല, നമുക്കറിയില്ല. ഗ്രൂപ്പ് ഡി എക്സാം പണ്ട് നടന്നത് 2019 മറ്റോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സർപ്രൈസ് ആയിരുന്നു കറണ്ട് അഫയേഴ്സ് ഇത്രയും കൂടുതൽ ചോദിച്ചത്. പക്ഷേ ഇനി നമുക്ക് അതിന് ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ട്. കഴിഞ്ഞ് നടന്ന എക്സാം എങ്ങനെയായിരുന്നു നമുക്കൊരു ഐഡിയ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഈവൻസ്, സ്കീംസിൽ നിന്ന് വന്നു. പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്ത സ്കീംസിൽ നിന്ന് പ്രത്യേകം വന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നുള്ള സിവിലിയൻ അവാർഡ്സ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് ഈവൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് ഈവൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ വേൾഡ് കപ്പ്, അതേപോലെ തന്നെ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഇങ്ങനെയുള്ള ഗെയിംസും സ്പോർട്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കി, ഗവൺമെന്റ് സ്കീംസ് വന്നു, അവാർഡ്സ് വന്നു, സ്പോർട്സ് ഈവൻസ് വന്നു. നോക്കി, പാരാ ഒളിമ്പിക്സ്, T20 വേൾഡ് കപ്പ്. ഇനിയും നമുക്ക് T20 വേൾഡ് കപ്പ് നമ്മൾ നേടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. നോക്കി, ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ്സ്, ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നത്. നോക്കി, ജനറൽ അവയർനെസ്സിന് ടോപ്പിക്ക് നോക്കി, ഇന്ത്യൻ പൊളിറ്റി ഒരു ക്വസ്റ്റ്യൻ, എക്കോണമി ഒരു ക്വസ്റ്റ്യൻ, ജോഗ്രഫി നോക്കിയേ ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെയാണ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരുപാട് ചുരുക്കമായിരുന്നു ജനറൽ അവയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അടുത്ത എക്സാമിന് പഠിക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബാച്ചാണ്. നമ്മളുടെ അസ്ത്ര ബാച്ച് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ആദ്യത്തെ 50 കുട്ടികൾക്ക്, അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 50 കുട്ടികൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് നിരക്കിലാണ് നമ്മൾ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് ഫാക്കൽറ്റീസ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ എക്സാം അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെ അടുത്ത എക്സാമിന് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫാക്കൽറ്റീസ് റെഡിയായി ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികൾ എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ഈ ഓഫർ ഉപയോഗിക്കുക. ഓക്കെ, ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കി ഇനി നമ്മൾ എന്താ പ്ലാനിലേക്ക് കടക്കുക. ഇത്രയും നേരം നമ്മൾ എക്സാം എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള ടൈമാണ്. ഇനി നമുക്ക് പറഞ്ഞ് കളയാൻ സമയമില്ല. എക്സാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എല്ലാ ടോപ്പിക്കും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. അതിനു വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ നമ്മൾ വെക്കുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇത്രയും ടൈം നിങ്ങൾ ഇരിക്കണമെന്നും നമ്മൾ പറയുന്നില്ല. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. നോക്കി, മാത്തമാറ്റിക്സ്, മാത്സ്,
6 മണി മുതൽ 7:30 വരെ 1.5 മണിക്കൂർ. ഓക്കെ ആണോ? അടുത്ത് നോക്കി ജനറൽ സയൻസ്. 7:30 നിങ്ങൾ അവസാനിപ്പിച്ച് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തന്നു. 7:45 മുതൽ 9:15 വരെ 1.5 മണിക്കൂർ എന്ത് നമ്മൾ എടുത്തു? ജനറൽ സയൻസ്. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ഗ്യാപ്പിൽ ഒന്നുകിൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഈ റീസണിങ്ങിന്റെ ഗ്യാപ്പിൽ, അതായത് 9:15 നമ്മൾ സയൻസിന്റെ സെക്ഷൻ അവസാനിപ്പിക്കും. റീസണിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? 9:30 സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നിങ്ങളുടെ ആ ടൈം നിങ്ങൾ യൂസ് ചെയ്യുക. 9:30 മുതൽ 11 മണി വരെയുള്ള 1.5 മണിക്കൂർ റീസണിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക. അടുത്ത് നോക്കി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. 11 മണിക്ക് നമ്മൾ അവസാനിക്കുന്നത്. 11:30 തൊട്ട് 1:30 വരെ 2 മണിക്കൂർ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക? 1:30 ഫുഡ് കഴിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ തുടങ്ങുന്നത് 4 മണിക്കാണ്. ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉറങ്ങുന്ന ശീലമുണ്ട് എന്ന് നമുക്ക് പലർക്കും അറിയാം. ഈ ടൈം പക്ഷേ നിങ്ങൾ ഉറങ്ങാൻ യൂസ് ചെയ്യരുത്. കാരണം ഇത്രയും ബ്രേക്ക് അല്ലേ, നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ടേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. റെസ്റ്റ് എടുത്തോ, പക്ഷേ ഉറങ്ങരുത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഷിഫ്റ്റ് വരുന്നത് 3 ടൈമിങ്ങിലാണ്: രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഈ 3 ടൈമിലും നിങ്ങൾ എക്സാം വരെയെങ്കിലും ആക്റ്റീവായിരിക്കണം. അതിൻ്റെ കാരണം, നിങ്ങൾ ഈ ടൈമിൽ ഉറങ്ങുകയാണ് എങ്കിൽ എന്തായിരിക്കും എക്സാം ഹോളിൽ സംഭവിക്കുക? ഈ സെയിം കാര്യം റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ ഈ സിസ്റ്റത്തിന് ഫ്രണ്ടിൽ നിന്ന് ഉറങ്ങുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മളുടെ ബ്രെയിൻ എന്താ, എഫിഷ്യൻസി കുറയും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ടൈം ഉറങ്ങുന്നവർ, അല്ലെങ്കിൽ ഈ ടൈം ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്നവർ എന്ത് ചെയ്യുക? ഒന്ന് ആക്റ്റീവായിരിക്കുക. പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്ന് ആക്റ്റീവായിരിക്കുക, ഒന്ന് ഉണർന്നിരിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? എക്സാമിലേക്ക് നിങ്ങളെ അത് സഹായിക്കും. എക്സാം ഡേക്ക്, എക്സാം ദിവസം നിങ്ങളെ അത് ഒരുപാട് മുന്നിലേക്ക് എത്തിക്കും. ഈ ശീലങ്ങളൊക്കെ ഇപ്പോഴേ ഒഴിവാക്കി തുടങ്ങുക. എക്സാം വരെ. ഓക്കെ, നോക്കി. അപ്പോൾ എന്താ, 4 മണി വരെ നിങ്ങൾക്ക് റെസ്റ്റാ. 4 മണി മുതൽ 5 മണി വരെ 1 മണിക്കൂർ എന്തൊക്കെ പഠിച്ചോ ഇതെല്ലാം റിവൈസ് ചെയ്യുക. ക്ലിയർ ആണോ? എന്തൊക്കെ പഠിച്ചോ ഇതെല്ലാം റിവൈസ് ചെയ്യുക. ഈ 3R എന്നൊരു ഫോർമാറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 3 R's കേട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ R എന്ന് പറയുന്നത് റീഡ്. രണ്ടാമത്തെ R റിവൈസ്. മൂന്നാമത്തെ R റിപ്പീറ്റ്. ഇതാണ് 3R. റീഡ്, റിവൈസ്, റിപ്പീറ്റ്. പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. റിവിഷൻ എന്ന് പറഞ്ഞൊരു ബോറ് പരിപാടി വേറെ ഇല്ലേ? എല്ലാവർക്കും മടിയാ റിവൈസ് ചെയ്യാൻ. പക്ഷേ റിവൈസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, റിവിഷൻ ഇല്ല എന്നുണ്ട് എങ്കിൽ അതൊന്നും നിങ്ങൾക്ക് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഇത് മറക്കാതിരിക്കുക. റീഡ്, റിവൈസ്, റിപ്പീറ്റ്. ഇത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ മൈൻഡിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഡെയിലി നിങ്ങൾക്ക് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ടൈം ടേബിൾ ഇത് മാറ്റം വരുത്താൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാം. പക്ഷേ ഈ സമയങ്ങൾ 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഇങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കൊടുക്കാൻ ശ്രമിച്ചാൽ പോരാ, കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു 90 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് വരൂ. ക്ലിയർ ആണോ? ഇനി നമ്മളുടെ കുട്ടികൾ എല്ലാവരും ഈ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരല്ല. നമുക്കറിയാം, ജോലിയുള്ളവരുണ്ടാവാം, കോളേജുകളിൽ പഠിക്കുന്നവരുണ്ടാവാം, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അവർക്ക് വൈകിട്ട് കഴിഞ്ഞിട്ട് ഒരു 6 മണി കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് അവൈലബിൾ ആവാൻ പറ്റൂ. അങ്ങനെയുള്ള നമ്മുടെ കുട്ടികളെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും എക്സാം ക്രാക്ക് ചെയ്യാം, വിഷമിക്കേ വേണ്ട. നോക്കി ഈവനിങ് ബാച്ചിൽ പ്ലാൻ ഫോർ വർക്കിംഗ് സ്റ്റുഡൻസ്. എന്താ നോക്കിയേ. 7 മണി മുതൽ 8 മണി വരെ, അതായത് വൈകിട്ടാണ്. 7 മണി മുതൽ 6 മണി കഴിഞ്ഞിട്ട് 6 മണിക്ക് നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ മതി. ഒരു 6:30 വരെ എന്ത് ചെയ്യുക? ഒന്ന് ഫ്രഷ് ആവുക, ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 7 മണിക്ക് പുസ്തകം എടുക്കുക, തുടങ്ങുക. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇൻ്റർവെൽ കുറവായിരിക്കും. ഇൻ്റർവെൽ ഇല്ലാതെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർവെൽ ഒരു 1, 2, 3 മിനിറ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടി വെച്ച് രാത്രി ഫുഡ് കഴിക്കാൻ സമയത്ത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉപയോഗിക്കുക, തിരിച്ചു വരിക. ക്ലിയർ ആണോ? നമ്മളുടെ സാഹചര്യം മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. നോക്കി, 7 മണി മുതൽ 8 മണി വരെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അവയർനെസ്. ആദ്യം കറണ്ട് അഫെയർ ഇട്ടത് നിങ്ങളുടെ ആ ഒരു ഫ്രഷ് ആയിരിക്കുന്ന എനർജി യൂസ് ചെയ്യാനാണ്. രാത്രിയാണ്, ഈവനിങ് ടൈമാണ്, ഉറക്കം വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ചവരായിരിക്കും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്തു? കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അവയർനെസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നോക്കി, 8 മണി മുതൽ 9:15 വരെ റീസണിങ് ചെയ്യുക. 9:15 മുതൽ 10:30 വരെ മാത്തമാറ്റിക്സ്. 10:30 മുതൽ 11:45 വരെ ജനറൽ സയൻസ്. 11:45 മുതൽ 12:30 വരെ
ക്വിക്ക് റിവിഷനും അനാലിസിസും. ഇവിടെയും റിവിഷന് നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. ഈ റിവിഷൻ ടൈം നമ്മൾക്ക് എന്ത് ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കാമല്ലോ, പഠിക്കരുത്. റിവിഷൻ ടൈം റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നോക്കിയേ, 12:30 മുതൽ 1:30 വരെ മിനി മോക്ക് ടെസ്റ്റ്, അതായത് ചെറിയ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കുക. നമ്മൾ കഴിഞ്ഞ ആക്ഷൻ പ്ലാനിലും നമ്മൾ പറയേണ്ടതാണ്. നോക്കി, ചെറിയ മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ നോക്കി, മാത്സിന്റെ ഒരു ടോപ്പിക്ക് പഠിച്ചു, നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ, നമ്മളുടെ പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളുടെ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും എടുത്തിട്ട്, ഇപ്പം നമ്പർ സിസ്റ്റം പഠിച്ചിരുന്നുവെങ്കിൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ചെറിയ മോക്ക് ടെസ്റ്റ് 10 12 ക്വസ്റ്റ്യൻ വരുന്ന ചെറിയ മോക്ക് ടെസ്റ്റ് എടുത്ത് ചെയ്തു നോക്കുക. ഏത് ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നോ അതിൻ്റെ മോക്ക് ടെസ്റ്റ്, ചാപ്റ്റർ ടെസ്റ്റ് എന്നോ സെക്ഷണൽ ടെസ്റ്റ് എന്നോ എല്ലാം വിളിക്കും. ക്ലിയർ ആണോ? അതേപോലെ തന്നെ സയൻസിൻ്റെ ബയോളജി സെൽസ് പഠിച്ചു, ആ സെൽസിൻ്റെ ചെറിയ മോക്ക് ടെസ്റ്റ് 10 15 ക്വസ്റ്റ്യൻ വരെ ചെറിയ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോഴെന്ത് ചെയ്യും? ഒരു റിവിഷൻ ആവും നിങ്ങൾക്ക് അപ്പോഴും തന്നെ. ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് ഇനി കിട്ടാനുള്ളത് എന്നൊരു ഐഡിയ വരും. ക്ലിയർ ആണോ? അത് 2 സെക്ഷനിലും ആഡ് ചെയ്യുക, മറക്കരുത്. ഇപ്പോൾ 1:30 ആകുമ്പോൾ നിങ്ങൾ പോയി കിടക്കുക. ഒരു 7 മണിയാകും നിങ്ങളുടെ ജോലിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മേഖലയുടെ സമയം അനുസരിച്ച് നിങ്ങൾ എണ്ണീക്കുക. ഒരു 90 ദിവസം ഈ ഒരു പ്ലാൻ കണ്ടിന്യൂ ചെയ്യുക. കുറച്ചുറക്കം പോട്ടെ, ഇപ്പോൾ ഉറങ്ങാതെ ഇരിക്കരുത് നമ്മൾ പറയുന്നില്ല, ഉറങ്ങണം. കുറച്ചുറക്കം മാറ്റി വെക്കുക, കുറച്ച് മടി മാറ്റി വെക്കുക, കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ക്ലിയർ ആണോ? നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. എല്ലാം ശരിയാവും, ഒരു പ്രശ്നമില്ല. അപ്പോൾ നോക്കി വീക്ക് 1 ആദ്യത്തെ ആഴ്ച മുതൽ, അതായത് 1-ാം ദിവസം മുതൽ 90-ാം ദിവസം വരെയുള്ള സബ്ജക്ട് പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 1-ാം ദിവസം മുതൽ അവസാന ദിവസം വരെയുള്ള പ്ലാൻ ഇതിലുണ്ട്. നോക്കി ഡേ വൺ മൺഡേ എന്ന് ഇട്ടിരിക്കുന്നതേ എന്നുള്ളൂ. നിങ്ങൾ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുക, നാളെ തന്നെ തുടങ്ങുക, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ കാണുക, ഇന്ന് തന്നെ തുടങ്ങുക. അത് വേണം, ആ ഒരു ലക്ഷ്യം വേണം മനസ്സിലിരിക്കാൻ. നോക്കി, ആദ്യത്തെ ദിവസം മാത്സിന് എന്താ? നമ്പർ സിസ്റ്റം. ജനറൽ സയൻസ്, സെൽ ബയോളജി, നമ്മൾ പറഞ്ഞു സെല്ലിന്റെ സ്ട്രക്ചർ, സെല്ലിന്റെ ഓർഗനൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റീസണിങ്, കോഡിങ്, ഡീകോഡിങ്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ എന്താ? ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക. അതേപോലെ തന്നെ നാഷണൽ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GKയിൽ നിന്ന് സ്റ്റേറ്റും ക്യാപിറ്റലും പഠിക്കുക. 2-ാമത്തെ ദിവസം മാത്തമാറ്റിക്സ് നിന്ന് നമ്പർ സിസ്റ്റം, ബാക്കിയുള്ള ടോപ്പിക്ക് കവർ ആക്കുക. ജനറൽ സയൻസ്, സെൽ ഡിവിഷൻ പഠിക്കുക, അതായത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. നോക്കി, റീസണിംഗിൽ നിന്ന് അനലോഗി. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നിന്ന് ഫണ്ടമെന്റൽ, അതായത് പൊളിറ്റിയുടെ ബാക്കി ഭാഗങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. പിന്നെ ഇന്റർനാഷണൽ ന്യൂസ്, ഫേമസ് ലേക്സ്. ഓക്കെ, 3-ാം ദിവസം നോക്കുകയാണെങ്കിലും മാത്സിന്റെ സിംപ്ലിഫിക്കേഷൻ, സയൻസിന്റെ ടിഷ്യൂ. ബാലൻസ് ആയിട്ട് തീർത്തു പോവുക. എവിടുന്ന് നിർത്തിയോ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പോവുക. 1-ാമത്തെ ദിവസം പഠിക്കുക. ഏറ്റവും അവസാനം എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. നോക്കിയേ, നമ്പർ സിസ്റ്റം ആണെങ്കിൽ ചെറിയ ഒരു മോക്ക് ടെസ്റ്റ്, ഒരു 10-12 ക്വസ്റ്റ്യൻ വരുന്ന ചെറിയ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ആ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു പേടിയും ആ ഒരു ഇറിറ്റേഷനും മാറി കിട്ടുകയുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ 3-ാം ദിവസത്തെ പ്ലാൻ കഴിഞ്ഞു. അടുത്ത ദിവസം നോക്കിയേ, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം. 6-ാം ദിവസം ശനിയാഴ്ച നമ്മൾ റിവിഷന് വേണ്ടി കൊടുക്കേണ്ടതാണ്. പക്ഷേ ആദ്യത്തെ 3 ആഴ്ചകളിൽ നമ്മൾ ടോപ്പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ 3 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്ലാൻ അനുസരിച്ച് റിവിഷൻ ഉള്ള ദിവസമാണ് ശനിയാഴ്ച. അതേപോലെ തന്നെ മാത്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർമുലാസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ ഇക്വേഷൻസ് വരുമല്ലോ, പലതിലും പല ഇക്വേഷൻസ് വരുമല്ലോ. എക്സാം ടൈമിൽ അവസാന ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ, അവസാനത്തെ 2 ദിവസം റിവൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സാം കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇക്വേഷൻ മറന്നുപോയി, പെട്ടെന്നെടുത്ത് നോക്കണമെങ്കിൽ ആ എഴുതിയ ബുക്കെല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ കൂടെ കൊണ്ടുവരുമോ? അങ്ങനെ കൊണ്ട് നടക്കരുത്. ചെറിയ ഒരു നോട്ട്, ഒരു ഡയറി കീപ്പ് ചെയ്യുക. നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഇക്വേഷൻസ് നോട്ട് ചെയ്ത് ഡയറി എടുക്കണമെന്ന് പറഞ്ഞത് പന്നലാവാതിരിക്കാൻ വേണ്ടിയാണ്. ചെറിയ ബുക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പന്നലായി പോകും. എഴുതി പോവുക. എക്സാമിന് തൊട്ട് മുമ്പ് 1-2 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യുക? ഇതൊന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ നോട്ട്സ് മൊത്തവും നോക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ശനിയാഴ്ചകളിൽ എന്ത് ചെയ്യുക? ഫോർമുലാസ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഞായറാഴ്ച മോക്കിന് വേണ്ടി മാത്രം. മോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ മോക്ക് ടെസ്റ്റ് അല്ല, ഫുൾ മോക്ക് ടെസ്റ്റ്. നിങ്ങൾ എക്സാം ഹോളിൽ എത്ര നേരം ഇരിക്കുന്നോ, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നോ, ആ രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 1.5 മണിക്കൂർ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയോ? 1.5 മണിക്കൂർ നിങ്ങൾ എക്സാമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ടൈം എക്സാം അനലൈസ് ചെയ്യാൻ, നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ, എവിടെ തെറ്റെന്ന് കണ്ടുപിടിക്കാൻ, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ
ഓവർകം ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സമയം കൊടുത്തിരിക്കണം. 1.5 മണിക്കൂർ എക്സാം കഴിഞ്ഞ് മടക്കി വെച്ചിട്ട് ഇത്രയും മാർക്ക് കിട്ടി, അടുത്ത ദിവസം കൂടുതൽ മാർക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ പോയാൽ ഈ ദിവസം കിട്ടിയതിലും താഴ്ന്ന മാർക്കേ നിങ്ങൾക്ക് അടുത്ത ദിവസം കിട്ടൂ. ഞാൻ എഴുതി തരാം, അനലൈസ് ചെയ്തില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്കോർ കീഴ്പോട്ടേ പോകൂ. നിങ്ങൾ ഇനി എത്ര പഠിച്ചിട്ടും ഒരു കാര്യമില്ല. അനലൈസ് ചെയ്യുക. 1.5 മണിക്കൂർ എക്സാമിന് 2 മുതൽ 3 മണിക്കൂർ വരെ അതിരുന്ന് എന്ത് ചെയ്യുക? തെറ്റിയ ആൻസർ നോക്കുക, എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയേ ശനിയാഴ്ച എന്ത് ചെയ്യണം? ഫോർമുല ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഇക്വേഷൻ എഴുതി സൂക്ഷിക്കുക, ആ ഷീറ്റ് വായിച്ചു നോക്കുക. വീക്ക് ഏരിയ ലോഗ് അപ്ഡേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു 70% കുറവ് ആക്യുറസി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ ഒരു എക്സാം മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ സൈഡിൽ തന്നെ ആക്യുറസിയുടെ ഒരു കോളം കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് വരും. ഓരോ ടോപ്പിക്കിലും നിങ്ങൾ എത്ര ആക്യുറസി ഉണ്ട് എന്ന് കാണാൻ പറ്റും. 70% കുറഞ്ഞ ആക്യുറസി നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പിടിക്കുക. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു പെർസെൻറ്റേജിൻ്റെ മാത്സിലെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആക്യുറസി കുറവാണ്. പെർസെൻറ്റേജ് മുഴുവൻ നിങ്ങൾക്ക് ആക്യുറസി കുറയണമെന്നില്ല. ക്ലിയർ ആണോ? ഏതെങ്കിലും അതിനകത്ത് തന്നെ സബ് ടോപ്പിക്കുകളായിരിക്കും. ചിലപ്പോൾ ഇലക്ഷൻ്റെ ക്വസ്റ്റ്യനിലായിരിക്കും. ക്ലിയർ ആണോ? ചിലപ്പം പോപ്പുലേഷൻ്റെ ക്വസ്റ്റ്യനിലായിരിക്കും. അങ്ങനെ ഏതാണോ പ്രശ്നമായിട്ടുള്ള ടോപ്പിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ആക്യുറസി ചെക്ക് ചെയ്യാൻ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത്. ക്ലിയർ ആണോ? അത് ഇത്രയും കാര്യങ്ങൾ ശനിയാഴ്ച റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ഞായറാഴ്ച നമ്മൾ പറഞ്ഞു വേറെ ഒന്നുമില്ല, മോക്ക് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റ് 1.5 മണിക്കൂർ മോക്ക് ടെസ്റ്റ്. എന്ത് ചെയ്യുക? ആദ്യം സെക്ഷൻ വൈസ് ആക്യുറസി മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ വൈസ് ആക്യുറസി എന്ന് വെച്ചാൽ ഓരോ സെക്ഷനിൽ ചെന്ന് ഏതിനാണ് ആക്യുറസി കുറവ്, മാത്സിനാണോ, റീസണിങ്ങിനാണോ, GK-ക്കാണോ, കറണ്ട് അഫെയറിനാണോ, ജനറൽ അവയർനെസ്സിനാണോ എന്ന് ചെക്ക് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾക്ക് ആക്യുറസി കുറഞ്ഞതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുക. രണ്ടാമത് ടൈം മാനേജ്മെന്റ് അനാലിസിസ്. ഏത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക, ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് ടൈം കുറയ്ക്കാൻ പറ്റുക. ഇപ്പോൾ മാത്സിന് നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണം, എടുത്തോ, പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ മാത്സിന് നിങ്ങൾക്ക് 1/2 മണിക്കൂർ 30 മിനിറ്റ് വേണം, GK-ക്ക് നിങ്ങൾക്ക് 20 മിനിറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? GK നിങ്ങൾക്ക് പ്രശ്നമില്ല, കുറച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ GK-യുടെ സമയം കുറയ്ക്കുക, ഒരു 10 മിനിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിലേക്ക് എത്തിക്കുക. ആ 5 മിനിറ്റ് എവിടെ കൊടുക്കുക? മാത്സിന് കൊടുക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് നിങ്ങൾ പഠിക്കണം. ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൂടുതൽ പോകരുത് എന്ന് നിങ്ങൾ മൈൻഡിൽ തന്നെ വെക്കണം. ആ രീതിയിൽ ചെയ്യണം. 1.5 മിനിറ്റിൽ കൂടുതൽ പോകുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ? അവസാനത്തേക്ക് മാറ്റി വെക്കുക. ഒന്നും കൂടെ വരാൻ ടൈം കിട്ടും. ആദ്യത്തെ ഒരു റൗണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു എക്സാം ഹോളിൽ ചെന്നിരിക്കുക. ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസിൽ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഓക്കെ എനിക്കിതറിയാം, ചെയ്യുക, പോവുക. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു, ഇത് കുറച്ച് ചെയ്യാനുണ്ട്, അവിടെ വെക്കുക. ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ റൗണ്ടിൽ ഈസി ആയിട്ടുള്ള പോവുക. രണ്ടാമത്തെ തിരിച്ചു വരിക, കുറച്ചുകൂടെ പാടായിട്ടുള്ളത് ചെയ്യുക. ബാക്കി നല്ല പാടായിട്ടുള്ള അവിടെ തന്നെ വെക്കുക. മൂന്നാമതും തിരിച്ചു വരിക, എന്നിട്ട് ബാക്കി ചെയ്യുക. ബാക്കിയുള്ളത് അവിടെ ഇട്ടേക്കുക, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ്. ഇത് എക്സാം ഹോളിൽ ചെന്നിരുന്ന ആ ദിവസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല, നിങ്ങളുടെ തല പുകയത്തേ ഉള്ളൂ, എല്ലാം നിങ്ങൾക്ക് കുളവാകത്തേ ഉള്ളൂ. ഈ ഓരോ ഞായറാഴ്ചകളിലെ മോക്ക് ടെസ്റ്റിനും ഇങ്ങനെ ഫോളോ ചെയ്യുക. 90 ദിവസം ഓരോ വീക്കിൻ്റെ അവസാനവും നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റ് പറയുന്നുണ്ട്. ആ ഓരോ മോക്ക് ടെസ്റ്റിനും ഏകദേശം 13-14 മോക്ക് ടെസ്റ്റോളം വരുന്നുണ്ട്. ആ ഓരോ മോക്ക് ടെസ്റ്റിനും എന്ത് ചെയ്യുക? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിയേ, വീക്ക് ടോപ്പിക്സ് ഐഡന്റിഫൈഡ് എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള നിങ്ങൾ വീക്കായിട്ടുള്ള ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. അടുത്ത് നോക്കിയേ, റോങ് ആൻസർ റിവൈസ്ഡ്. നിങ്ങൾക്കിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ കിട്ടുക, 60 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കി, ഓക്കെ 60 മാർക്ക് എനിക്ക് കിട്ടി, വെച്ചിട്ട് പോവുമോ? പോകരുത്. ബാക്കി 40 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് റാങ്ക് ഫിക്സ് ചെയ്ത് നിങ്ങൾ ജോലിയിലേക്ക് എത്തിക്കുന്നത്. ആ തെറ്റിയ ക്വസ്റ്റ്യൻ, അറിയാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? വീണ്ടും എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതാണ് എന്ത്? റോങ് ആൻസർ റിവൈസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, എക്സാം ദിവസം നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ നോക്കിയേ, ഇത്രയും മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എക്സാം ഹോളിലേക്ക് ചെന്നെത്തുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ഇനി ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ചേ. ആ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ക്യാബിനിലിരിക്കുക. വേറെ ആരും നിങ്ങളെ ശല്യപ്പെടുത്താനോ ഒന്നുമില്ല, നിങ്ങളും ആ ഒരു സിസ്റ്റവും മാത്രം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. ഒന്നുകിൽ
നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ പോയി റിസ്ക് എടുത്ത് കുളമാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത രീതിയിൽ തന്നെ പോകാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത രീതി എന്താ? ഒരു എക്സാമിന് കോൺഫിഡൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. ആദ്യമേ നിങ്ങൾക്ക് പാടായിട്ടുള്ള ടോപ്പിക് എടുത്താൽ പലരുടെയും കോൺഫിഡൻസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് പാടാം, അപ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എളുപ്പമുള്ള ടോപ്പിക് ആദ്യം എടുത്താണ് പോയത്. എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് മാത്സ് ആദ്യം എടുത്താലോ എന്ന ചിന്ത പോകരുത്. മാത്സ് പാടാണ്, നിങ്ങൾ ആദ്യം മാത്സ് എടുത്ത് ശീലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ടോപ്പിക് അത് ആദ്യം ചെയ്യുക. ഇപ്പോൾ റീസണിങ് ആണോ എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, റീസണിങ് ചെയ്യുക. കറണ്ട് അഫെയർ ജനറൽ അവയർനെസ് ആണോ അത് ചെയ്യുക. ഇനി അല്ല സയൻസ് ആണോ എളുപ്പം, ആ ടോപ്പിക് ചെയ്യുക. അല്ല മാത്സ് ആണോ എളുപ്പം, മാത്സ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. ഇങ്ങനെ വേണം നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അവസാനം വരെ കൊണ്ടെത്തിക്കാൻ. ക്ലിയർ ആണോ? ഇനി നോക്കിയേ 90 മിനിറ്റാണ് നമ്മുടെ ഈ എക്സാമിന് അലോട്ട് ചെയ്തിരിക്കുന്നത്, അതായത് 1.5 മണിക്കൂർ. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1/3 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ആവും, നഷ്ടപ്പെടും. ഓക്കെ, മാക്സിന് മാക്സിമം നിങ്ങൾ 28 മിനിറ്റ് കൊടുക്കുക. 22 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ അറ്റംപ്റ്റ് ചെയ്യുക. നല്ല അറ്റംപ്റ്റ് ആണ്. നോക്കിയേ, ജനറൽ സയൻസിന് 18 മിനിറ്റ് കൊണ്ട് 20 മുതൽ 22 ക്വസ്റ്റ്യൻ വരെ അറ്റംപ്റ്റ് ചെയ്യുക. ഇനി നോക്കിയേ, റീസണിങ്ങിന് 22 മിനിറ്റ് കൊണ്ട് 25 മുതൽ 28 ക്വസ്റ്റ്യൻ വരെ. ഇത് കൂടും, ഇത് കഴിഞ്ഞ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ 28 മുതൽ 30 ക്വസ്റ്റ്യൻ വരെയാണെന്ന് ഞാൻ പറയും. നോക്കി, അടുത്ത ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിനോ 15 മിനിറ്റ്. ഈ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് നമുക്ക് എന്താ കൂടുതൽ ആലോചിക്കേണ്ടി വരുമോ? നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാമെങ്കിൽ ചെയ്യുക, പോവുക. അതേപോലെ തന്നെ സയൻസിനും ഒരുപാട് ടൈം കൊടുക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ചെയ്യുക, പോവുക. അത്രയും കൺഫ്യൂഷൻ വരുന്ന 2-3 ക്വസ്റ്റിനേ വരൂ, അതവിടെ ലെഫ്റ്റ് ചെയ്യുക, അവസാനം വരിക. ആ സമയം കൂടി എന്ത് ചെയ്യുക, മാത്സിനും റീസണിങ്ങിനും കൊടുക്കുക. ക്ലിയർ ആണോ? അങ്ങനെ വേണം ടൈം നിങ്ങൾ മാനേജ് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പോൾ എന്താ 7 മിനിറ്റ് പിന്നെയും നിങ്ങൾക്ക് ബാക്കി വരും. ഈ ഒരു ടൈം ഷെഡ്യൂളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, റിവ്യൂവിന് കൊടുക്കുക, റിവൈസ് ചെയ്യുക, മാറ്റി വെച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നിങ്ങൾ എക്സാം ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊസീജിയർ 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരികയാണ് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ എഫേർട്സിന് കൂലി കിട്ടും. യു ആർ നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ആൻ എക്സാം, യു ആർ പ്രിപ്പയറിംഗ് ടു ബി എ പ്രൈഡ് ഓൺ യുവർ ഷോൾഡർ. അതെ, നിങ്ങളുടെ അഭിമാനമായി മാറാൻ പറ്റുന്ന 90 ദിവസം, നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്ന, നിങ്ങളെ സാധിപ്പിക്കുന്ന 90 ദിവസങ്ങൾ നിങ്ങൾ ഇതേ ഷെഡ്യൂളിൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജോലിയിലേക്ക് എത്താം. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മളുടെ ഗ്രൂപ്പ് ഡി NDPC ടെലഗ്രാം ചാനലുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ 7 ദിവസത്തെ കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 90 ദിവസത്തെ കാര്യം വെച്ചിട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇടുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ നമ്മൾ പിൻ ചെയ്യും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ആ സമയം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ഒരു ജോലിയിലേക്ക് എത്തുക. ഓൾ ദി വെരി ബെസ്റ്റ്.